പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് യോഗബലത്തിലൂടെ ഈ ഉപ്പു ചാനൽ മറികടന്ന് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ എവിടേക്ക് പോകണമോ അതിനെ ഓർമ്മിക്കൂ. ഈ സന്തോഷത്തിലിരിക്കൂ. നമ്മൾ ഇപ്പോൾ യാചകനിൽ നിന്നും ധനികൻ ആവുകയാണ്. ചോദ്യം: ദൈവിക ഗുണങ്ങളുടെ സബ്ജക്റ്റിൽ ഏത് കുട്ടികൾക്ക് ശ്രദ്ധയുണ്ടോ അവരുടെ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: അവരുടെ ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കും. എങ്ങനെയുള്ള കർമ്മം നമ്മൾ ചെയ്യുമോ നമ്മളെ കണ്ട് മറ്റുള്ളവർ ചെയ്യും. ഒരിക്കലും ആരെയും ശല്യം ചെയ്യുകയില്ല. അവരുടെ വായിൽ നിന്നും ഒരിക്കലും തലകീഴായ വാക്കുകൾ വരികയില്ല. മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകുകയില്ല. ലക്ഷ്യം ബാബയ്ക്ക് സമാനം സുഖം നൽകുന്നതിൻ്റെതാണ്. അപ്പോൾ ദൈവിക ഗുണങ്ങളുടെ സബ്ജക്റ്റിൽ ശ്രദ്ധയുണ്ട് എന്ന് പറയും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ പിതാവ് മനസ്സിലാക്കിക്കുകയാണ്. ഓർമ്മയുടെ യാത്രയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓർമ്മയുടെ യാത്രയുടെ അർത്ഥവും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടാകും. ഭക്തിമാർഗത്തിലും എല്ലാവരും ദേവതമാരെയും ശിവബാബയെയും ഓർമ്മിക്കുന്നു. എന്നാൽ ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത് എന്നത് അറിയാമായിരുന്നില്ല. കുട്ടികൾക്കറിയാം ബാബ പതീത പാവനാണ്. ആ ഒന്ന് പാവനമാക്കാനുള്ള യുക്തി പറഞ്ഞു തരുന്നു. ആത്മാവിന് തന്നെയാണ് പാവനമാകേണ്ടത്. ആത്മാവ് തന്നെയാണ് പതീതം ആകുന്നത്. കുട്ടികൾക്കറിയാം ഭാരതത്തിൽ തന്നെയാണ് ബാബ വന്ന് ഓർമ്മയുടെ യാത്ര പഠിപ്പിക്കുന്നത്. മറ്റെവിടെയും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ശാരീരിക യാത്രകൾ മനുഷ്യർ വളരെയധികം ചെയ്തു. ഈ യാത്ര കേവലം ഒരു ബാബയ്ക്ക് തന്നെയാണ് പഠിപ്പിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തന്നു. മായ കാരണം എല്ലാവരുടെയും ബുദ്ധിക്ക് അവിവേകത്തിൻ്റെ പൂട്ട് വീണിരിക്കുകയാണ്. ഇപ്പോൾ ബാബയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ എത്ര വിവേകശാലിയും ധനികരും പവിത്രവുമായിരുന്നു. നമ്മൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ആയിക്കൊണ്ടിരിക്കുന്നു. ബാബ എത്ര വലിയ പരിധിയില്ലാത്ത ചക്രവർത്തി പദവി നൽകുന്നു. ലൗകിക പിതാവ് കൂടിയാൽ ലക്ഷമോ കോടിയോ നൽകും. ഇവിടെയാണെങ്കിൽ മധുരമായ പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത ചക്രവർത്തി പദം നൽകാൻ വന്നിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇവിടെ പഠിക്കുവാൻ വന്നിരിക്കുന്നു. ആരുടെ അടുക്കൽ? പരിധിയില്ലാത്ത ബാബയുടെ അടുക്കൽ. ബാബ എന്ന വാക്ക് മമ്മ എന്നതിനേക്കാളും മധുരമാണ്. മമ്മ പാലന ചെയ്യുന്നുണ്ടെങ്കിലും പിതാവ് പിതാവ് തന്നെയാണ്. ആ ഒന്നിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. നിങ്ങൾ സദാ സുഖിയും സദാ സുമംഗലിയും ആയിക്കൊണ്ടിരിക്കുന്നു. ബാബ നമ്മളെ വീണ്ടും എന്താക്കി മാറ്റുന്നു? ഇത് ഏതെങ്കിലും പുതിയ കാര്യമല്ല. രാവിലെ ധനികനായിരുന്നു, രാത്രിയിൽ യാചകനായിരുന്നു എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളും രാവിലെ ധനികനും പിന്നെ പരിധിയില്ലാത്ത രാത്രിയിൽ യാചകനും ആയി മാറുന്നു. ബാബ ദിവസവും സ്മൃതി വരുത്തുന്നു, കുട്ടികളെ, ഇന്നലെ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയും ധനികനുമായിരുന്നു. ഇന്ന് നിങ്ങൾ യാചകനായി മാറിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പ്രഭാതം വരുന്നു. അപ്പോൾ നിങ്ങൾ ധനികനായി മാറുന്നു. എത്ര സഹജമായ കാര്യമാണ്. കുട്ടികളായി നിങ്ങൾക്ക് ധനികനാകുന്നതിൻ്റെ വളരെ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ബ്രാഹ്മണരുടെ പകലും ബ്രാഹ്മണരുടെ രാത്രിയും. ഇപ്പോൾ പകലിൽ നിങ്ങൾ ധനികനായിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ആവുകയും ചെയ്യും. എന്നാൽ പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ചാണ്. ബാബ പറയുന്നു, ഇത് ഉപ്പു ചാനലാണ്. അതിനെ നിങ്ങൾ തന്നെയാണ് യോഗബലത്തിലൂടെ മറികടക്കുന്നത്. എവിടേക്ക് പോകേണ്ടതുണ്ടോ അതിൻ്റെ ഓർമ്മ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ബാബ നമ്മളെ കൊണ്ടുപോകാൻ സ്വയം വന്നിരിക്കുന്നു. വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കിക്കുന്നു. മധുരമായ കുട്ടികളെ, നിങ്ങൾ തന്നെയാണ് പാവനമായിരുന്നത്. 84 ജന്മം എടുത്തെടുത്ത് പതീതമായിരിക്കുന്നു. വീണ്ടും പാവനമാകേണ്ടതുണ്ട്.
പാവനമാകുന്നതിൻ്റെ മറ്റൊരു ഉപായവുമില്ല. നിങ്ങൾക്കറിയാം, പതീത പാവനൻ വന്നിരിക്കുന്നു. നിങ്ങൾ ആ ഒന്നിൻ്റെ മതത്തിലൂടെ നടന്ന് പാവനമാകുന്നു. കുട്ടികളായി നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. നമ്മൾ ഈ പദവി നേടും. ബാബു പറയുന്നു, നിങ്ങൾ 21 ജന്മത്തേക്ക് സദാ സുഖിയാകും. ബാബ സുഖധാമത്തിൻ്റെയും രാവണൻ ദുഃഖധാമത്തിൻ്റെയും സമ്പത്ത് നൽകുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, രാവണൻ നിങ്ങളുടെ പഴയ ശത്രുവാണ്. അത് നിങ്ങളെ 5 വികാരങ്ങളാകുന്ന കൂട്ടിലിട്ടു. ബാബ വന്ന് പുറത്തെടുക്കുന്നു. എത്രത്തോളം ആര് ബാബയെ ഓർമ്മിക്കുന്നോ അത്രയും മറ്റുള്ളവർക്കും പരിചയം നൽകുന്നു. ഓർമ്മിക്കാത്തവർ ദേഹാഭിമാനത്തിൽ ആയിരിക്കും. അവർക്ക് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. ബാബയുടെ പരിചയം നൽകാൻ സാധിക്കുന്നില്ല. നമ്മൾ ആത്മാക്കൾ സഹോദരന്മാരാണ്. വീട്ടിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്നു ഭിന്ന ഭിന്ന പാർട്ട് അഭിനയിക്കുവാൻ. മുഴുവൻ പാർട്ടും എങ്ങനെയാണ് അഭിനയിക്കുന്നത്, ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ആർക്ക് ഉറച്ച നിശ്ചയമുണ്ടോ അവർ വന്ന് ഇവിടെ റിഫ്രഷ് ആകുന്നു. നിങ്ങൾ ടീച്ചറിൻ്റെ കൂടെ തന്നെ ഇരിക്കേണ്ട തരത്തിലുള്ള പഠനമല്ല ഇത്. അങ്ങനെയല്ല. തൻ്റെ വീട്ടിലിരുന്നു കൊണ്ടും പഠിക്കുവാൻ സാധിക്കും. കേവലം ഒരാഴ്ച നല്ല രീതിയിൽ മനസ്സിലാക്കൂ. പിന്നെ ബ്രാഹ്മണികൾ ചിലരെ 1 മാസത്തിനുള്ളിലോ ചിലരെ 6 മാസത്തിനുള്ളിലോ ചിലരെ 12 മാസത്തിനു ശേഷമോ കൊണ്ടുവരുന്നു. ബാബ പറയുന്നു, നിശ്ചയമുണ്ടായി ഓടുകയും ചെയ്തു. രാഖിയും ബന്ധിക്കണം. നമ്മൾ വികാരത്തിൽ പോവുകയില്ല. നമ്മൾ ശിവ് ബാബയോട് പ്രതിജ്ഞ ചെയ്യുന്നു. ശിവ് ബാബ തന്നെയാണ് പറയുന്നത്, കുട്ടികളെ, നിങ്ങൾക്ക് തീർച്ചയായും നിർവികാരിയാകേണ്ടതുണ്ട്. അഥവാ വികാരത്തിൽ പോയെങ്കിൽ ചെയ്ത സമ്പാദ്യം ഇല്ലാതായി 100 മടങ്ങ് ശിക്ഷയുണ്ടാകും. 63 ജന്മം നിങ്ങൾ മുങ്ങി താണു. ഇപ്പോൾ പറയുന്നു, പവിത്രമാകൂ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം ഭസ്മമാകും. ആത്മാക്കൾ സഹോദരന്മാരാണ്. ആരുടെയും നാമരൂപത്തിൽ കുടുങ്ങുവാൻ പാടില്ല. അഥവാ ആരെങ്കിലും റെഗുലറായി പഠിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവരാൻ പാടില്ലാത്തതാണ്. ബാബ പറയുന്നുണ്ട്, 1 ദിവസം കൊണ്ടുപോലും അമ്പ് തറച്ചേക്കാം. എന്നാൽ വിവേകത്തെയും ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ ബ്രാഹ്മണർ ഏറ്റവും ഉത്തമമാണ്. ഇത് നിങ്ങളുടെ വളരെ ഉയർന്ന കുലമാണ്. അവിടെ ഏതെങ്കിലും സത്സംഗമോ മറ്റോ ഉണ്ടായിരിക്കില്ല. സത്സംഗം ഭക്തി മാർഗത്തിലാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, സത്യത്തിൻ്റെ കൂട്ടുകെട്ട് അക്കരെ എത്തിക്കും. സത്യത്തിൻ്റെ കൂട്ടുകെട്ട് ലഭിക്കുന്നത് തന്നെ സത്യയുഗത്തിൻ്റെ സ്ഥാപന നടക്കേണ്ടതായിട്ടുള്ളപ്പോഴാണ്. ഇത് ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. കാരണം ബുദ്ധിക്ക് പൂട്ട് വീണിരിക്കുകയാണ്. ഇപ്പോൾ സത്യയുഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. സത്യത്തിൻ്റെ സംഘം ലഭിക്കുന്നത് തന്നെ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ആ ഗുരുക്കന്മാരാണെങ്കിൽ സംഗമയുഗിയല്ല. ബാബ എപ്പോഴാണോ വരുന്നത് അപ്പോൾ കുട്ടി കുട്ടി എന്ന് പറഞ്ഞു വിളിക്കുന്നു. ആ ഗുരുക്കന്മാരെ നിങ്ങൾ ബാബ എന്ന് പറയുകയില്ല. പൂർണ്ണമായും ബുദ്ധിക്ക് ഗോദ്രജിൻ്റെ പൂട്ട് വീണിരിക്കുന്നു. ബാബ വന്ന് പൂട്ട് തുറക്കുന്നു. നോക്കൂ, ബാബ എത്ര യുക്തി രചിക്കുന്നു. മനുഷ്യർ വന്ന് വജ്രതുല്യ ജീവിതം ഉണ്ടാക്കുന്നതിനായി മാഗസീനും പുസ്തകവും മറ്റും അച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പേരുടെ മംഗളം ഉണ്ടാവുകയാണെങ്കിൽ വളരെ പേരുടെ ആശീർവാദവും ലഭിക്കും. പ്രജകളെ ഉണ്ടാക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. സ്വയം തന്നെ ബന്ധനത്തിൽ നിന്നും വിടുവിക്കണം. ശരീര നിർവഹണാർത്ഥം സർവീസ് തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. ഈശ്വരീയ സർവീസ് നടക്കുന്നത് കേവലം രാവിലെയും വൈകിട്ടുമാണ്. ആ സമയത്ത് സർവർക്കും ഒഴിവ് സമയമുണ്ട്. ആരോടൊപ്പം നിങ്ങൾ ലൗകിക സർവീസ് ചെയ്യുന്നുവോ അവർക്കും പരിചയം നൽകിക്കൊണ്ടിരിക്കൂ. നിങ്ങൾക്ക് 2 പിതാവുണ്ട്. ലൗകിക പിതാവ് എല്ലാവരുടെയും വേറെയാണ്. പാരലൗകിക പിതാവ് എല്ലാവരുടെയും ഒന്നാണ്. ആ ഒന്ന് സുപ്രീമാണ്. ബാബു പറയുന്നു, എനിക്കും പാർട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ എൻ്റെ പരിചയം അറിഞ്ഞു കഴിഞ്ഞു. ആത്മാവിനെയും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു.
ആത്മാവിനെക്കുറിച്ച് പറയുന്നു, ഭൃഗുടിയുടെ മധ്യത്തിൽ അത്ഭുത നക്ഷത്രം തിളങ്ങുന്നു എന്ന്. അത് അകാല സിംഹാസനവുമാണ്. ആത്മാവിനെ ഒരിക്കലും കാലൻ ഭക്ഷിക്കുന്നില്ല. അത് കേവലം മലിനവും സ്വച്ഛവുമാകുന്നു. ആത്മാവിൻ്റെ സിംഹാസനം ശോഭിക്കുന്നതും ഭൃഗുടിയുടെ മധ്യത്തിലാണ്. തിലകത്തിൻ്റെ അടയാളവും ഇവിടെയാണ് നൽകുന്നത്. ബാബു പറയുന്നു, നിങ്ങൾ സ്വയം തനിക്ക് രാജതിലകം നൽകുന്നതിന് യോഗ്യമാക്കൂ. ഞാൻ സർവർക്കും രാജതിലകം നൽകും എന്നല്ല, നിങ്ങൾ സ്വയം തനിക്ക് നേടിക്കൊടുക്കൂ. ബാബയ്ക്കറിയാം ആരാണ് വളരെയധികം സർവീസ് ചെയ്യുന്നത് എന്ന്. മാഗസീനിലും വളരെ നല്ല ലേഖനങ്ങൾ വരുന്നു. അതിനോടൊപ്പം യോഗത്തിൻ്റെ പ്രയത്നവും ചെയ്യണം. അതിലൂടെ വികർമ്മം വിനാശമാകട്ടെ. ദിനം പ്രതിദിനം നിങ്ങൾ നല്ല രാജയോഗിയായി മാറും. നമ്മൾ ശരീരം ഉപേക്ഷിക്കുകയാണ്, നമ്മൾ പോവുകയാണ് എന്ന് മനസ്സിലാക്കും. സൂക്ഷ്മവതനം വരെയും കുട്ടികൾ പോകുന്നു. മൂലവതനത്തെയും നല്ല രീതിയിൽ അറിയുന്നുണ്ട്. ആത്മാക്കളായ നമ്മുടെ വീടാണ്. മനുഷ്യർ ശാന്തിധാമത്തിലേക്ക് വേണ്ടി തന്നെയാണ് ഭക്തി ചെയ്യുന്നത്. സുഖധാമത്തെക്കുറിച്ച് അവർക്ക് അറിയുകയില്ല. സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ ശിക്ഷണം ബാബയ്ക്കല്ലാതെ ആർക്കും നൽകുവാൻ സാധിക്കില്ല. ഇത് പ്രവൃത്തി മാർഗമാണ്. രണ്ടുപേർക്കും മുക്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവരാണെങ്കിൽ തലകീഴായ വഴികൾ പറയുന്നു. ആരും തന്നെ പോകുന്നില്ല. എല്ലാവരെയും അവസാനം ബാബ കൊണ്ടുപോകും. ഇത് ആ ഒന്നിൻ്റെ ഡ്യൂട്ടിയാണ്. ചിലർ നല്ല രീതിയിൽ പഠിച്ച് രാജ്യഭാഗ്യം നേടുന്നു. മറ്റുള്ളവരെല്ലാം എങ്ങനെ പഠിക്കും? അവർ ഏതുപോലെ നമ്പർ അനുസരിച്ച് വരുന്നോ അതേപോലെ നമ്പർ അനുസരിച്ച് പോകും. ഈ കാര്യങ്ങളിൽ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കൂ. ബാബയെ ഓർമ്മിക്കുന്നതിന് പോലും ഒഴിവ് സമയം ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. പിന്നെ ഇത്രയും സമയം എന്തുകൊണ്ട് വേസ്റ്റ് ചെയ്യുന്നു? ഈ ഒരു നിശ്ചയമുണ്ട്, പരിധിയില്ലാത്ത ബാബ ടീച്ചറും ഗുരുവുമാണ്. പിന്നെ ഇനിയൊരാളെ ഓർമ്മിക്കേണ്ട ആവശ്യം തീർച്ചയായും ഇല്ല. കഴിഞ്ഞ കൽപ്പത്തിലും ശ്രീമത്തിലൂടെ നടന്ന് പാവനമായിരുന്നു എന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. അടിക്കടി ചക്രവും തിരിച്ചുകൊണ്ടിരിക്കൂ. നിങ്ങളുടെ നാമം സ്വദർശന ചക്രധാരി എന്നാണ്. ജലചക്രത്തിൽ വെള്ളം നിറയ്ക്കുകയും ഒഴിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണമുണ്ട്. ജ്ഞാനസാഗരത്തിൽ നിന്നും നിങ്ങൾക്ക് നിറയ്ക്കുന്നതിന് സമയമെടുക്കുന്നില്ല, ഒഴിഞ്ഞതാകുന്നതിന് സമയമെടുക്കുന്നു. നിങ്ങൾ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ മധുരമായ കുട്ടികളാണ്. കാരണം കൽപ്പത്തിനു ശേഷം വന്ന് കണ്ടുമുട്ടിയിരിക്കുന്നു. ഈ ഉറച്ച നിശ്ചയം വേണം. നമ്മൾ 84 ജന്മങ്ങൾക്ക് ശേഷം വീണ്ടും വന്ന് ബാബയുമായി കണ്ടുമുട്ടിയിരിക്കുന്നു. ബാബ പറയുന്നു, ആരാണോ ആദ്യം ഭക്തി ചെയ്തത് അവർ തന്നെയാണ് ആദ്യം ജ്ഞാനമെടുക്കുവാൻ യോഗ്യവും ആയത്. കാരണം ഭക്തിക്ക് ഫലം വേണം. അപ്പോൾ സദാ തൻ്റെ ഫലം അഥവാ സമ്പത്ത് ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഫലം എന്ന വാക്ക് ഭക്തിമാർഗത്തിൻ്റെതാണ്. സമ്പത്ത് ശരിയായതാണ്. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സമ്പത്ത് ലഭിക്കുന്നു. മറ്റൊരു ഉപായവുമില്ല. ഭാരതത്തിൻ്റെ പ്രാചീന യോഗം പ്രസിദ്ധമാണ്. അവർ വിചാരിക്കുന്നു നമ്മൾ ഭാരതത്തിൻ്റെ പ്രാചീന യോഗം പഠിക്കുന്നു എന്ന്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. അവർ ഡ്രാമയനുസരിച്ച് ഹഠയോഗിയായി മാറുന്നു. രാജയോഗം ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നു. കാരണം ഇപ്പോൾ സംഗമയുഗമാണ്. അവരുടെ ധർമ്മം വേറെയാണ്. വാസ്തവത്തിൽ അവരെ ഗുരുക്കന്മാർ ആക്കേണ്ടതില്ല. എന്നാൽ ഡ്രാമയനുസരിച്ച് ഇതും വീണ്ടും തീർച്ചയായും ചെയ്യും. കുട്ടികളായി നിങ്ങൾക്ക് ഇപ്പോൾ റൈറ്റിയസ് ആകേണ്ടതുണ്ട്. റിലീജണിൽ തന്നെയാണ് ശക്തിയുള്ളത്. നിങ്ങളെ ഞാൻ ദേവി ദേവതയാക്കുന്നു. ഈ ധർമ്മം വളരെ സുഖം നൽകുന്ന ഒന്നാണ്. ആരാണോ ഞാനുമായി യോഗം യോജിപ്പിക്കുന്നത് അവർക്കാണ് എൻ്റെ ശക്തിയും ലഭിക്കുന്നത്. അപ്പോൾ ബാബ സ്വയം ഏതൊരു ധർമ്മം സ്ഥാപിക്കുന്നുവോ അതിൽ വളരെയധികം ശക്തിയുണ്ട്. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായി മാറുന്നു. ബാബ ഈ ധർമ്മത്തിൻ്റെ മഹിമ ചെയ്യുന്നു. ഇതിൽ വളരെയധികം മൈറ്റുണ്ട്.
ഓൾമൈറ്റിയായ ബാബയിൽ നിന്നും മൈറ്റ് വളരെ പേർക്ക് ലഭിക്കുന്നു. വാസ്തവത്തിൽ മൈറ്റ് എല്ലാവർക്കും ലഭിക്കുന്നു, എന്നാൽ നമ്പർ വൈസാണ്. നിങ്ങൾക്ക് എത്ര മൈറ്റ് വേണമോ അത്രയും ബാബയിൽ നിന്നും എടുക്കൂ. പിന്നെ ദൈവിക ഗുണങ്ങളുടെ സബ്ജക്റ്റും ആവശ്യമാണ്. ആരെയും ശല്യം ചെയ്യരുത്, ദുഃഖം നൽകരുത്. ഈ ഒന്ന് ഒരിക്കലും ഏതെങ്കിലും തലകീഴായ വാക്കുകൾ പറയുന്നില്ല. അറിയുന്നുണ്ട്, എങ്ങനെയുള്ള കർമ്മം ഞാൻ ചെയ്യുമോ എന്നെ കണ്ട് മറ്റുള്ളവരും ചെയ്യും. ആസുരീയ ഗുണങ്ങളിൽ നിന്നും ദൈവിക ഗുണങ്ങളിലേക്ക് വരണം. നോക്കണം, നമ്മൾ ആർക്കെങ്കിലും ദുഃഖം നൽകുന്നില്ലല്ലോ. ആർക്കും ദുഃഖം നൽകാത്തവർ ആരും തന്നെയില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ തീർച്ചയായും ഉണ്ടാകുന്നു. മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകാത്ത രീതിയിലുള്ള അവസ്ഥ അന്തിമത്തിൽ തന്നെയാണ് വരുന്നത്. ഈ സമയത്ത് നമ്മൾ പുരുഷാർത്ഥി അവസ്ഥയിലാണ്. ഓരോ കാര്യവും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാവരും പുരുഷാർത്ഥം സുഖത്തിനു വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സുഖം നൽകാൻ സാധിക്കില്ല. സോമനാഥന്റെ ക്ഷേത്രത്തിൽ എത്ര വജ്രവൈഡൂര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് കാണാൻ കഴിയുന്നു. അതെല്ലാം എവിടെ നിന്നും വന്നു? എങ്ങനെയാണ് സമ്പന്നമായത്? മുഴുവൻ ദിവസവും ഈ പഠനത്തിൻ്റെ ചിന്തനത്തിൽ ഇരിക്കണം. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്ന് കമലപുഷ്പ സമാനം പവിത്രമാകണം. നിങ്ങൾ ഈ പുരുഷാർത്ഥം ചെയ്തു. അപ്പോഴാണ് മാല തയ്യാറായത്. കൽപ്പകൽപ്പങ്ങളിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. മാല ആരുടെ സ്മാരകമാണ്? ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. അവരാണെങ്കിൽ മാല സ്മരിച്ച് വളരെയധികം ലഹരിയുള്ളവരാകുന്നു. ഭക്തിയിൽ എന്ത് നടക്കുന്നു? ജ്ഞാനത്തിൽ എന്ത് നടക്കുന്നു? ഇതും നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും? പുരുഷാർത്ഥം ചെയ്ത് ഒടുവിൽ അവസാനത്തെ റിസൾട്ട് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ പുറത്തു വരും. ഓരോരുത്തരും തൻ്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് ഇത് ആകേണ്ടതുണ്ട്. പുരുഷാർത്ഥത്തിൻ്റെ മാർജിൻ ലഭിച്ചിട്ടുണ്ട്. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് ബാബയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്ന കുട്ടികളായ നിങ്ങളെക്കാൾ കൂടുതൽ ബാബ നിങ്ങളുടെ സ്വാഗതം ചെയ്യുന്നു. ബാബയുടെ തൊഴിൽ തന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നതാണ്. സ്വാഗതം എന്നാൽ സദ്ഗതി. ഇതാണ് ഏറ്റവും ഉയർന്ന സ്വാഗതം. നിങ്ങൾ ഏവരുടെയും സ്വാഗതം ചെയ്യുവാനായി ബാബ വന്നിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വളരെ പേരുടെ ആശീർവാദം നേടുന്നതിനായി മംഗളകാരി ആകണം. ശരീര നിർവഹണാർത്ഥം കർമ്മം ചെയ്തുകൊണ്ടും സ്വയം തന്നെ ബന്ധനത്തിൽ നിന്നും മുക്തമാക്കി രാവിലെയും വൈകുന്നേരവും ഈശ്വരീയ സർവീസ് തീർച്ചയായും ചെയ്യണം. മറ്റു കാര്യങ്ങളിൽ തൻ്റെ സമയം വേസ്റ്റ് ചെയ്യാതെ ബാബയെ ഓർമ്മിച്ച് മൈറ്റ് നേടണം. സത്യത്തിൻ്റെ സംഘത്തിൽ തന്നെ ഇരിക്കണം. മനസ്സ വാച കർമ്മണ സർവർക്കും സുഖം നൽകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: പവിത്രതയുടെ വരദാനത്തെ നിജ സംസ്കാരമാക്കി പവിത്ര ജീവിതമുണ്ടാക്കുന്ന പ്രയത്നമുക്തരായി ഭവിക്കട്ടെ. പല കുട്ടികൾക്കും പവിത്രതയിൽ പ്രയത്നം തോന്നുന്നു. ഇതിലൂടെ തെളിയുന്നത് വരദാതാവായ ബാബയിൽ നിന്നും ജന്മത്തിൻ്റെ വരദാനം എടുത്തിട്ടില്ല എന്നാണ്. വരദാനത്തിൽ പ്രയത്നം ഉണ്ടായിരിക്കില്ല. ഓരോ ബ്രാഹ്മണ ആത്മാവിനും ജന്മത്തിൻ്റെ ആദ്യത്തെ വരദാനമാണ് പവിത്ര ഭവ, യോഗി ഭവ. ഏതുപോലെ ജന്മത്തിൻ്റെ സംസ്കാരം വളരെ ഉറച്ചതായിരിക്കുമോ, അപ്പോൾ പവിത്രത ബ്രാഹ്മണ ജന്മത്തിൻ്റെ ആദ്യ സംസ്കാരമാണ്, നിജ സംസ്കാരമാണ്. ഈ സ്മൃതിയിലൂടെ പവിത്ര ജീവിതമുണ്ടാക്കൂ. പ്രയത്നത്തിൽ നിന്നും മുക്തമാകൂ. സ്ലോഗൻ: ആരിൽ സേവനത്തിൻ്റെ ശുദ്ധ ഭാവനയുണ്ടോ അവരാണ് ട്രസ്റ്റി. ഓം ശാന്തി. ബാബ,
ഡ്രാമയുടെ വിസ്താരത്തെ സാരരൂപത്തിൽ നൽകി എന്നെ സ്വദർശന ചക്രധാരിയാക്കി. ഈ സർവശ്രേഷ്ഠ സ്വമാനത്തിൽ ഞാൻ സ്ഥിതി ചെയ്യും. മുഴുവൻ ചക്രത്തിലെ വിഭിന്ന പാർട്ടുകളുടെ അറിവ് ബാബ നൽകിയത് ഞാൻ ദിവ്യബുദ്ധിയിലൂടെ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. സൃഷ്ടിയുടെ ആദിയിലെ സ്വർണിമ ദൃശ്യങ്ങൾ ആ സമയം, ആ രാജ്യം എൻ്റെ ദേവസ്വരൂപം, സർവസമ്പന്ന ജീവിതം ഞാൻ കാണും. ആ ദേവസ്വരൂപ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പിന്നെ പകുതി കൽപ്പം എൻ്റെ പൂജനീയ ദേവസ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ, അതിൻ്റെ സ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടിയുടെ അന്തിമ കാലമായ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബ എന്നെ പ്രഭു പരിവാരത്തിലേതാക്കി. എന്നെ മാസ്റ്റർ നോളജ്ഫുള്ളാക്കി. സ്വരാജ്യത്തിൻ്റെ തിലകമണിയിച്ചു. വിശ്വമംഗളത്തിൻ്റെ കിരീടധാരിയാക്കി. യോഗി ഭവ പവിത്ര ഭവ എന്ന പ്രഭു വരദാനത്തിലൂടെ എന്നെ സർവ ഈശ്വരീയ പ്രാപ്തികൾക്കും യോഗ്യമാക്കി. എൻ്റെ സങ്കല്പത്തിലും ദൃഷ്ടിയിലും വാക്കിലും ദിവ്യത ധാരണ ചെയ്ത് എനിക്ക് വർത്തമാന ബ്രാഹ്മണ ജീവിതത്തിൽ നിന്നും എൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയായ ഫരിഷ്ത അവസ്ഥയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. എൻ്റെ സമ്പൂർണ്ണ പരിസ്ഥാസ്ഥിതി പ്രാപ്തമാക്കിയ ശേഷം എൻ്റെ നിജധാമമായ നിരാകാരി ലോകത്തിൽ നിരാകാര അവസ്ഥയിൽ ഈ കൽപ്പാന്ത്യത്തിൽ എനിക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. കാലത്തിൻ്റെ ഗതി അനുസരിച്ച് വീണ്ടും സ്വർണിമ ലോകത്തിൻ്റെ പുനഃസൃഷ്ടി ഉണ്ടാകുന്ന ദിവ്യവേളയിൽ ദേവതാസ്വരൂപത്തിൽ ഞാൻ വീണ്ടും ഈ സൃഷ്ടിയിലേക്ക് ദേവശരീരത്തിൽ അവതരിക്കുന്നു. ഈ സ്വദർശനത്തിൻ്റെ അനുഭവം എന്നെ അനേകം പരിധിയുള്ള ചക്രത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു. എന്നെ വിഘ്നമുക്തമാക്കുന്നു.
ആത്മോന്നതിക്ക് ഹിതകരമല്ലാത്ത സംസ്കാരങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്നു. ഞാൻ പ്രസന്ന ചിത്തവും സർവപ്രാപ്തികളുടെയും അധികാരിയുമായി മാറുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ എൻ്റെ അലൗകിക പിതാവിൻ്റെയും പാരലൗകിക പിതാവിൻ്റെയും ശ്രേഷ്ഠ പാലന എന്നെ എൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു.